വേസ്റ്റ് മാനേജ്മെൻറ്റാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ആദ്യം എല്ലാ തരത്തിലുള്ള വേസ്റ്റിനെയും ഇവിടെ കളക്ട് ചെയ്യുക. പ്ലാസ്റ്റിക് വേസ്റ്റ്, ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്, മെറ്റലർജിക്കൽ ആയിട്ടുള്ള വേസ്റ്റ്, മെറ്റൽസ്, പിന്നെ ഇ വേസ്റ്റ്, വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ ഏറ്റവും തടയാനുള്ളത് എന്നിവയെല്ലാം ഉണ്ട്. ആദ്യം പ്ലാസ്റ്റിക് വേസ്റ്റിനെ ഫ്ലാഷ് ന്യൂ പ്രോസസ്സ് എന്ന് പറയുന്ന ഈ പ്രോസസ്സിൽ കൂടെ കറക്റ്റ് ചെയ്തിട്ട് ഫ്ലാഷ് ഗ്രഫീൻ എന്ന് പറഞ്ഞ ഇതുണ്ടാക്കിയിരിക്കുന്നു. അതാണ് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫ്ലാഷ് ഗ്രഫീൻ എന്ന് പറയുന്നത് പറഞ്ഞാൽ നല്ല മൂല്യമുള്ള സാധനമാണ്. ഇതിൻ്റെ ഇത്രയുള്ളൊരു കട്ടാന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പീസ് എന്ന് പറയുന്നത് ഒരു പൂവിൻ്റെ മണ്ണെ ബാലൻസ് ചെയ്യുന്നത് 0.77 ഗ്രാമാണ് ഒരു മീറ്ററിൻ്റെ ഇതിന് വെയിറ്റ് വരുന്നത്. അതിനുശേഷം വന്നു കഴിയുമ്പോൾ ഇവിടെ ഇ വേസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഇ വേസ്റ്റിലായിട്ട് 2 തരത്തിലുള്ള വേസ്റ്റുകളാണുള്ളത്. ഒരെണ്ണം പ്ലാസ്റ്റിക് വേസ്റ്റ്, മറ്റേത് വിഷമുള്ളതും വിഷമില്ലാത്തതുമായിട്ടുള്ള മെറ്റൽസ് ഒക്കെയാണ് വരുന്നത്. മെറ്റലർജിക്കൽ പ്രോസസ്സിൽ ക്രയോജനിൽ കൂടെ കറച്ചിട്ട് ഇതിനെ നാനോ ഡസ്റ്റാക്കി മാറ്റുന്നു. നാനോ ഡസ്റ്റാക്കി മാറ്റി ഇതിനെ പെയിൻ്റ് ആക്കാം. അതിനായിട്ട് ആർഗൺ ഉണ്ട്, കൂട്ടത്തിൽ നൈട്രജന്, ലിക്വിഡ് നൈട്രജനും ഉപയോഗിച്ചാണ് ഇതിനെ നാനോ ഡസ്റ്റാക്കി മാറ്റുന്നത്. ശേഷം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ മെറ്റലർജിക്കൽ പ്രോസസ്സിലോട്ട് വന്നു കഴിയുമ്പോൾ പലതരത്തിലുള്ള മെറ്റൽസ് കൊണ്ടു കൂട്ടിയിട്ടിരിക്കുന്നതിനകത്തുനിന്ന് റെയർ എർത്ത് മെറ്റൽസും മെർക്കുറി, ടിന്നും ലെഡും ഒക്കെ പോലുള്ള വിലക്കൂടിയ ലോഹങ്ങളും തഴങ്ങിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെ വരുമ്പോൾ ഗോൾഡ്, സിൽവർ, കോപ്പർ, മെർക്കുറി എന്നിവയെല്ലാം ഇതിൽ നിന്ന് തരംതിരിച്ചെടുക്കാനുള്ള പ്രോസസ്സാണ് നാനോ ക്യാപ്സ്യൂൾസ് ഉപയോഗിച്ചുള്ള എക്സ്ട്രാക്ഷൻ. അടുത്ത ഇവിടെ ബയോഡിഗ്രേഡബിൾ വേസ്റ്റിലോട്ട് വന്നു കഴിയുമ്പോൾ ബയോഡിഗ്രേഡബിൾ വേസ്റ്റിനെ 2ആക്കി തിരിച്ച് നാനോ ഗ്രീൻ ഡസ്റ്റ് ആക്കി മാറ്റിയ ശേഷം ഇതിനെ ഡസ്റ്റ് ബൈ ഗ്രീൻ സിന്തസിസ് ഇങ്ങോട്ട് വരുമ്പോൾ വാട്ടർ പ്യൂരിഫിക്കേഷനിലോട്ട് വരുമ്പോൾ അശുദ്ധമായിട്ടുള്ള വെള്ളം കാർബൺ ഡയോക്സൈഡിലൂടെ കറക്റ്റ് അതിനകത്ത് തന്നെ ഈ ഗ്രഫീൻ ഉപയോഗിച്ച് കഴിയുമ്പോൾ പല ലെയർസിൽ കൂടെ കടന്നുകൊണ്ട് കഴിയുമ്പോൾ പ്യൂർ വാട്ടർ മാത്രം പുറത്തോട്ട് വരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇതിൻ്റെ ഒരു പ്രോസസ്സാണ്. ബിക്കോസ് ഇതിനകത്ത് ഗ്രഫീൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് പ്ലാസ്റ്റിക് വേസ്റ്റിന് കിട്ടിയ ഗ്രഫീൻ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത്ര വില വരുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെയധികം വില കൂടിയ ഗ്രഫീൻ എന്ന് പറയുന്ന ഈ സാധനമാണ്. ഇതിന് വാട്ടർ പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കാം. ഫ്യൂച്ചർ മെറ്റൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിനെ ജസ്റ്റ് ഒരു ഷോർട്ട് ചെയ്യുക. 200 to 300